ടിവിയെ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം നോക്കും. പിന്നെ ഇത് അടിച്ചെടുക്കാൻ നോക്കും. നമുക്ക് നോക്കാം കിട്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മള് കിട്ടുന്നവരെ ഇത് ട്രൈ ചെയ്തോണ്ടിരിക്കും. എന്റെ കറണ്ട് പോയി. ഓടാ എടാ എലക്ഷൻ പോയടാ. നൈപ്പും പോയോ? ഓ ആ നിമിഷം മറ്റേ വില്ലു അവിടെ ഡൗൺ ആയ നിമിഷം ഞാൻ വിചാരിച്ചൊന്ന് എന്റെ കളി കയ്യിൽ പോയോ എന്ന് വിചാരിച്ചു. കാരണം ഒന്ന് അതിനുശേഷം നോക്കുമ്പോ അതേപോലെ രണ്ടുപേരെ KCB എത്തി, രണ്ടുപേരുടെ ഇതും എത്തി. പക്ഷെ KCB ഒരു സൈഡ് മാത്രല്ല അപ്പുറത്തുള്ളവന്മാര് ഇതാക്കി. അതേപോലെ തന്നെ കിന്തിനെ ഇത് കണ്ടില്ലല്ലേ, ഇത് എങ്ങനെ ഇവര് ഡൗൺ ആയെന്നുള്ളത് കണ്ടില്ല. പിക്ക് ചെയ്തിരിക്കുകയാണ്. 2 പിക്ക് ടീമിലേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ്ഡം അസിസ്റ്റ് ഒരു അഗ്രസീവ് പ്ലേ ആണ് നമ്മളവിടെ കണ്ടത്. നമ്മളത് മിസ്സായി പോയി. നല്ലൊരു പ്ലേ, നല്ലൊരു ബാറ്റ് ഷോട്ട്സ് എന്തായി വൈറ്റ് ഇടാഞ്ഞേ? അത് ഞാൻ ഇടാം, ഞാൻ നാളത്തേക്ക് ഇടാം. ഞാൻ പറഞ്ഞ കഴിച്ച് ഇന്നല്ലേ നാളെ അടിച്ചെടുത്ത് കയ്യിൽ ഞാൻ കൊണ്ട് തരുമെന്ന്. ഈ ഒരു അഗ്രസീവ് പുഷ്, പക്ഷേ അതൊരു മണ്ടൻ കളിയായി പോയി. അവിടെ ക്യാപ്റ്റലൈസ് ചെയ്യാൻ സാധിക്കും. നാളെ അടിച്ചെടുത്ത് ഈ ഒരു അഗ്രസീവ് പുഷ്, പക്ഷെ ഇവിടെ അവനാരാ കൊടുത്ത അസെൻസിയോ അങ്ങനെ എന്തൊരു പേരല്ലേ അവൻ ആ കൊടുത്ത കവർ. ഞാൻ പിന്നെ ആ വീഡിയോ ലൈവ് നോക്കി കണ്ടപ്പോഴാണ് ഞാൻ ഇതായത് ഡോറ് വെക്കാനല്ലേ. ഓ അവൻ കൊടുത്ത കവർ എന്റെ അമ്മ, അത് പ്രോപ്പർ ഒരു സെൻസിബിൾ ഒരു ഗെയിം പ്ലേ ആയിരുന്നു അവന്റെ. അതായത് നോർമലി ഒരു കാലിത കവർ കൊടുത്തല്ലേ. ഓക്കെ, കാലിത് മറ്റവന് അസെൻസീവ് കവർ കൊടുത്തല്ലേ. അത് പക്ക ഒരു പ്രോപ്പർ ഒരു സെൻസിബിൾ ഒരു ഗെയിം പ്ലേ ആയിരുന്നു അത് T47 അവന്റെ വക. കാരണം നോർമലി അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് രക്ഷപ്പെടല്ലേ. അത്രയും പേര് ഇവിടെ ഇവർ ഇങ്ങോട്ട് കയറി വന്ന് പുഷ് ചെയ്ത് വരെ അടിക്കുന്ന സമയത്ത് നോർമലി വണ്ടി എടുത്ത് എങ്ങനെയും എസ്കേപ്പ് ആവാന്നാണ് നോർമലി ഒരു പ്ലെയർ ചിന്തിക്കുള്ളൂ. ആ സമയത്ത് അവന്റെ ടീംമേറ്റ് ഡൗൺ ആവണ്ട എന്നിട്ട് ഇതിൽ അവനത് ആ കവർ കൊടുത്തത് അതൊരു വിഷയം ഒരു ഇതായിരുന്നു. ഒരു ഗെയിം സെൻസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവൻ അവിടുന്ന് വന്ന് കാലിന് കവർ കൊടുത്ത് അത് ആ കവർ ഇല്ലെങ്കിൽ കൺഫേം ഡെഡ് ആയിരുന്നു അവിടുന്ന്. കാരണം ഇത്രയും പേര് ഇവിടുന്ന് അടിച്ചോണ്ടിരിക്കുക. നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സൈഡിലും നല്ല അഗ്രസീവ് ഡൗൺ. ഓ മൈ ഗോഡ്, ബോബി ആൻഡ് റെസ്റ്റോ ആ ഒരു ബിൽഡിംഗ് എടുത്ത് മേളിലുള്ള ഡാൻസിംഗ് ബോബിനെ ഫയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാൻസിംഗ് ബോബിക്ക് താഴെ ഇറങ്ങേണ്ടി വന്നു. അവര് ഇവിടെ കയറിയതും അതെ വിഷയം ഒരു തരുന്നു. കാരണം ഇവർക്ക് ഇറങ്ങില്ലാണ്ട് വേറെ ഒരു വഴിയില്ല. അത് ആ സോണ് വരുന്നതിന് മുന്നേറ്റ് കറക്റ്റ് ആയിട്ട് കേറി. അതാണ് അവിടെ ആ ഒരു ഹൈലൈറ്റ്. അതായത് ഇവര് ആ സോണ് ഇത് നോക്കോട്ടെ, ഈ അടി കഴിഞ്ഞവരെ ഇറങ്ങിയതിനു ശേഷം കുറച്ച് അല്ലോ അത് കഴിഞ്ഞപ്പോഴേക്കും സോണ് മാറി. അവിടെ സോണ് പോയി കറക്റ്റ് ഉണ്ട്. ഈ ഒരു അറ്റം മാത്രമായി സോണ്. ആ ഒരു ടൈം കൊണ്ട്, അതായത് ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് അത് കയറി ഒരു ടൈമിംഗ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അവിടെ കയറി കഴിഞ്ഞാല്. നമ്മളൊരു ഹാർഡ് റഷ് ആയിരിക്കും പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ ഇതും അതേപോലെ തന്നെ ഇവിടെ ഇത് ലൈവായിട്ട് ഇന്നലെ കളി കാണുന്ന സമയത്ത് തന്നെ ഇവിടെ ജുഗുരുദിന്റെ മോൾക്ക് കയറുന്നപ്പോ തന്നെ ഉറപ്പിച്ചായിരുന്നു അതെന്തായാലും മോളിന്ന് ഒരു പിക്ക് എന്തായാലും എടുക്കും. കാരണം അതിന് മുന്നത്തെ ടെസ്റ്റ് വാറിലും TG ആയിട്ടുള്ള വാറിലും സെയിം അവിടെ കയറിയിട്ട് ഇതേപോലെ പിക്ക് എടുത്തുള്ളൂ. സോ ഞാൻ അത് കയറുമ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു എന്തായാലും ആ പിക്ക് എടുക്കാനുള്ള. ഈ ഒരു ഏരിയ അഗ്രസീവായിട്ട് തന്നെ പുഷ് ചെയ്ത് അത് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ടിവിയെ പുഷ് ചെയ്ത് വരുന്നുണ്ട്, നീലകണ്ഠ പുഷ് ചെയ്ത് വരുന്നുണ്ട്, പുഷ് ചെയ്ത് വരുന്നുണ്ട്, കാലും ബാക്കിലാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ജോഡക്സ് ഓൾറെഡി കളി കഴിഞ്ഞ നീലകണ്ഠൻ ഡാൻസ് മൊബൈൽ
പണ്ട് മൊയില് കളിച്ച ഒരു കളിയുണ്ട്, അത് വേറെ ആർക്കും അങ്ങനെ ആയിട്ടില്ല.